പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കണക്ക് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഭിന്നങ്ങൾ, ഫ്രാക്ഷൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭിന്നങ്ങൾ, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ രണ്ട് രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ 2/3 പ്ലസ് 4/5. ഇവിടെ രണ്ട് ഭിന്നങ്ങളെ ഉള്ളൂ. രണ്ട് ഭിന്നങ്ങൾ മാത്രമുള്ളപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെയാണ് എളുപ്പം. ഇങ്ങനെ 2 × 5 പ്ലസ് 3 × 4 3 × 4 upon 3 × 5. 2 × 5 നിങ്ങൾക്കറിയാം 10, 3 × 4 12 upon 3 × 5 15. അപ്പോൾ അത് 22/15. ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണമെന്നില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് നേരെ ഇങ്ങനെ എഴുതാം. 2 × 5 10, 3 × 4 12 upon 3 × 5 15, 22/15. ഇത് 2/3 മൈനസ് 4/5 ആയിരുന്നെങ്കിലും 2 × 5 10 minus 3 × 4 12 upon 3 × 5 15. 10 minus 12 -2. Remember -2 അല്ല. 10 minus 12 -2 അല്ല, -2 upon 15. ഇങ്ങനെ സബ്ട്രാക്ഷനോ അഡീഷനോ വേണ്ടി വരുമ്പോൾ രണ്ട് ഭിന്നങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ, രണ്ട് ഫ്രാക്ഷൻസ് മാത്രമേ ഉള്ളെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെയാണ് എളുപ്പം. എന്നാൽ മൂന്നോ അതിൽ കൂടുതലോ വന്നാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷന് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ വിട്ടുപോകും. അങ്ങനെ അപകടമുള്ളതുകൊണ്ട് മൂന്നോ അതിൽ കൂടുതലോ വന്നാൽ LCM ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. എങ്ങനെ നോക്കാം. ഇപ്പോ 1/5 പ്ലസ് 1/25 പ്ലസ് 1/100 ചെയ്യണം. കിട്ടൂലേ ഈ കാഴ്ച? ആദ്യം 5-ന്റെയും 25-ന്റെയും 100-ന്റെയും LCM കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം 5 25 100. 5 കൊണ്ട് 1 5 20. വീണ്ടും 5 കൊണ്ട് 1 1 4. ഇവിടെ ഒരു നമ്പറിൽ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ നിനക്കിടണമെന്നില്ല. ഇവരെല്ലാം കൂടെ ഗുണിക്കുക. 5 × 5 25, 25 × 4 100. 100ആണ് LCM. ഇനി ഓരോ ഫ്രാക്ഷനെയും LCM കൊണ്ട് ഗുണിക്കുക. 1/5-നെ LCM ആയ 100 കൊണ്ട് ഗുണിച്ചു. 5 ഇവിടെ 20 പ്രാവശ്യം പോയി. അപ്പൊ കിട്ടി 20 പ്ലസ്. അടുത്ത 1/25 ഗുണം 100 1 4. ഇപ്പൊ ഇവിടെ എഴുതി 4. അടുത്ത 1/100 ഗുണം 100. 100 വെട്ടിപ്പോയതൊക്കെ മനസ്സിലാക്കേണ്ടത് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി കാണിക്കുന്നേ ഉള്ളൂ. പ്ലസ് 1. 20 പ്ലസ് 4 24 പ്ലസ് 1 25/100. 25 ഒരു പ്രാവശ്യം പോകും, 100 4 പ്രാവശ്യം പോകും. സോ യു ഗോട്ട് 1/4. കിട്ടില്ലേ? എളുപ്പമാണ്. ഇനി 2/3 മൈനസ് 3/4 പ്ലസ് 5/6. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. അതിന്റെ താഴെ നിന്ന് 3 4 6. LCM കണ്ടുപിടിക്കൂ. 2 ഉണ്ട്. 3 പോകില്ലാത്തതുകൊണ്ട് 3 എഴുതി.
4 2 പ്രാവശ്യം, 6 3 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് 3, 2 ഒരു പ്രാവശ്യം, 3 പോകില്ല. അടുത്ത 3 കൊണ്ട് 1 1 1. ഇനി ഒരാൾ 2 times 2 4, 4 times 3 12 ആണ് LCM. ഇനി ഒന്നാമത്തെ ഫ്രാക്ഷനായ 2/3. അതിനെ LCM 12 കൊണ്ട് ഗുണിക്കുന്നു, കിട്ടി 4. 4 കൊണ്ട് 2 8. അടുത്ത മൈനസ് ആണ് 8 മൈനസ് 3/4 LCM കൊണ്ട് ഗുണിച്ചു 4, ഇവിടെ 3. 3 3s are 9. അടുത്ത 5/6 12 കൊണ്ട് ഗുണിച്ചു 2 10. ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇടകലർന്ന് വരുമ്പോൾ ഏറ്റവും നല്ലത് പോസിറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്ത് പോസിറ്റീവ് ഇട്ട് എഴുതുക. 8 + 10 പോസിറ്റീവ് 18. ഇത് +18 അല്ല, പോസിറ്റീവ് 18. നെഗറ്റീവ് നമ്പർ ആകപ്പെടെ ഒന്നേ ഉള്ളൂ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് നെഗറ്റീവ് ഇട്ട് എഴുതുക. 18 - 9 upon 12. 18 - 9 is 9. 9/12 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 3/4. ഇങ്ങനെ 3 അതിൽ കൂടുതലോ ഫ്രാക്ഷൻസ്, 3 അതിൽ കൂടുതലോ ഭിന്നകങ്ങൾ വന്നാൽ, 3 അതിൽ കൂടുതലോ ഭിന്നങ്ങൾ ഫ്രാക്ഷൻസ് വന്നാൽ നിങ്ങൾ LCM മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് രണ്ടും ക്രോസ് ചെയ്ത് ചെയ്യും. പിന്നെ ആ റിസൾട്ടും ഇതും കൂടെ ക്രോസ് ചെയ്ത് ഒന്നേ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ മൂന്നാമത്തെ ക്രോസ് ചെയ്യാൻ മറന്നുപോയെന്ന് വരാം. അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, 3 or more വരുമ്പോൾ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും രണ്ടും കലർന്നു വന്നാലും ഇങ്ങനെ LCM മെത്തേഡ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഈ രീതിയിൽ ഫ്രാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പഠിക്കും. ഞാൻ കണക്കെളുപ്പമാക്കും. ഓൾ ദ ബെസ്റ്റ്.